ഫ്ലാഷ് ബാക്ക്. ഗൈസ്, അപ്പൊ എന്റെ റിസൾട്ട് വന്നു. ഗൈസ് ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായിട്ടുണ്ട്. പാസ്സായി ഗൈസ്. പിന്നെ A+ ഒന്നും അല്ല കാര്യം, മാർക്കിലാണ്. അതെ അതെ അതെ, അത് ശരിയാ. 1 hour later. അപ്പൊ ഗൈസ് നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെന്റേജ് വന്നേക്കുന്നത്. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ? ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? കിട്ടി മക്കളെ, കിട്ടി. പൂജ അമലിന് പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ കണ്ടത് എന്താണെന്ന് പറ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. +2 റിസൾട്ട് വന്നപ്പോ പൂജ പറയുന്നു പൂജയ്ക്ക് 90% മാർക്കടേ, പക്ഷേ A+ ഇല്ല. അതെന്താണ് അങ്ങനെയെന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? അല്ല, പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങൾ ഇതൊന്ന് കാണണം. ദാ പൂജ ബി, സ്കൂൾ കോഡ് ഇതാണ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സയൻസ് ആണ് കേട്ടോ, സയൻസ് എടുത്താണ് മോള് പഠിച്ചത്. ഇംഗ്ലീഷിന് കിട്ടിയിട്ടുള്ളത് B ഗ്രേഡ് ആണ്, കണ്ടല്ലോ. ഇംഗ്ലീഷ് ടോട്ടൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി ചേർത്ത് B ഗ്രേഡ്. മലയാളത്തിന് A. മലയാളമെങ്കിലും എഴുതി A+ എടുത്തുകൂടായിരുന്നു മോളെ. എല്ലാവർക്കും ചുമ്മാ പുല്ലുപോലെ കിട്ടുന്ന സാധനമാണ്. ഓക്കെ, അടുത്ത് ഫിസിക്സിന് C+, കെമിസ്ട്രിക്ക് C+, ഇതേതാ ബയോളജിക്ക് B, മാത്തമാറ്റിക്സിന് C+. ഇതിൽ ഉള്ളതിൽ കുറച്ചെങ്കിലും മാർക്കുള്ളത് മലയാളത്തിന് A. ഇവക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടല് 771. നിനക്ക് എങ്ങനെയാണ് 90% മാർക്ക് കിട്ടി? നീ എനിക്ക് കണക്കൊന്നും പഠിപ്പിച്ചു തരണം. അതിപ്പോ ഞാൻ അപ്പൊ മാർക്ക് കാണാത്തവർക്കൊക്കെ മാർക്കുകളൊക്കെ ഇരുന്ന് കാണാം. എന്തിനാ പൂജയെ കുട്ടി മോളെ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാ നീ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? കണ്ട അപ്പൊ അതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? ഞാൻ വെറുതെ പറഞ്ഞ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട.